ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സ്വീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുറ്റത്തുള്ള തെങ്ങിന് ചുറ്റും ടർട്ടിൽ വൈൻ ഇട്ട് വളരെ മനോഹരമായ പച്ചപ്പാക്കി വച്ചിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ടർട്ടിൽ വൈൻ ഇട്ട് വളർത്തിയിരിക്കുന്ന തെങ്ങ് കായ്ക്കാത്ത തെങ്ങാണോ, ഇതിനെങ്ങനെ വളമിടും, തേങ്ങ എങ്ങനെ ഇടും എന്നെല്ലാം ഒരുപാട് പേർ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ നിങ്ങളെ കാണിക്കാം. ശരിക്കും ഈ തെങ്ങ് നന്നായിട്ട് നനയ്ക്കണം, എന്നാൽ മാത്രമേ ഈ ടർട്ടിൽ വൈൻ ഈ വെയിലുള്ള ഭാഗത്ത് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നല്ല നനവ് കൊടുക്കേണ്ടതുണ്ട്. നല്ല നനവ് കിട്ടുന്ന തെങ്ങായതുകൊണ്ട് തന്നെ നല്ല കായ്ഫലങ്ങളും ഈ തെങ്ങിനുണ്ടാവാറുണ്ട്. അപ്പോൾ തേങ്ങ ഇടുന്നതെല്ലാം നിങ്ങൾ കണ്ടു. ഇതിന് ഒരു കോട്ടവും നമുക്ക് സംഭവിക്കില്ല. തേങ്ങ ഇട്ട് അതിൽ വീഴുന്ന കച്ചറകളെല്ലാം നമ്മൾ പെറുക്കി കളയണമെന്ന് മാത്രം. ഈ തേങ്ങ വീണ് വല്ല ഭാഗത്തും വല്ല ഡാമേജും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പിറ്റേ ദിവസം തന്നെ അത് ശരിയാവും. ഇത് വളരെ കുറച്ച് ഭാഗമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ കൂടുതൽ ഭാഗത്തേക്ക് ആ പുല്ല് ഞാൻ പടർത്തി കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഡെയിലി കളകൾ വരുന്നതെല്ലാം നമ്മൾ പറിക്കണം. അപ്പോൾ മാത്രമാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് നിലനിൽക്കുന്നത്. കളകളും അതിലേക്ക് വീഴുന്ന തെങ്ങിൽ നിന്ന് വീഴുന്ന വല്ല വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി കളഞ്ഞ് എന്നും വൃത്തിയായി സൂക്ഷിച്ചാൽ അത് നല്ല ഭംഗിയായിരിക്കും നമുക്കും അത് വരുന്നവർക്ക് കാണുമ്പോഴും. പിന്നെ ഈ ടർട്ടിൽ വൈൻ തെങ്ങിനിടുന്ന വളമെല്ലാം വലിച്ചെടുക്കാറില്ലേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഇതൊരു ചവിട്ടി മാതിരിയാണ്, കണ്ടില്ലേ? ഇത് നമുക്ക് ഇങ്ങനെ മൊത്തം ചുരുട്ടി എടുക്കാം ഇതിൽ നിന്ന്. ഇപ്പോൾ വളമൊക്കെ നമുക്ക് ഇടുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ ചുരുട്ടി വെച്ചതിൻ്റെ ശേഷം അവിടെ കിളച്ച് നമുക്ക് വളങ്ങളിട്ട് മണ്ണ് നീക്കിയതിന് ശേഷം വീണ്ടും അത് ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ തെങ്ങ് മൊത്തത്തിലായിട്ട് നമ്മൾ കിളച്ച് തോലും വളമെല്ലാം ഇടുന്നത് 3 വർഷത്തിലൊരിക്കൽ മാത്രമേ ചെയ്യൂ. അപ്പോൾ നമുക്ക് ഇത് എടുത്തു കളഞ്ഞ് പുതിയത് ഇതേപോലെ നമുക്ക് കൊടുക്കാം. എല്ലാ വർഷവും ഞാൻ ഇതേപോലെ ചുരുട്ടി വെച്ച് അതിന് വളം കൊടുക്കാറുണ്ട്. പിന്നെ ഇതേപോലെ ഇടയ്ക്കൊക്കെ പുല്ലുകൾ വളർന്നു പോവാതിരിക്കാൻ, ബോർഡർ കൊടുത്തതിലേക്ക് പുല്ലുകൾ അതിക്രമിച്ച് കയറാതിരിക്കാൻ ഇതേപോലെ ഇങ്ങനെ ഒതുക്കി വെച്ച് കൊടുക്കാറാണ്. കൈകൊണ്ട് തന്നെ നമുക്ക് ഒതുക്കി വയ്ക്കാം. അതിലൊക്കെ നനവുണ്ടായിരിക്കും എപ്പോഴും. നമ്മൾ നനയ്ക്കുന്നതിൻ്റെ നനവ് അടിയിലുള്ളത് കൊണ്ട് തന്നെ തെങ്ങിന് എപ്പോഴും നല്ലതാണ്. ആ തണുപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും, എപ്പോഴും ഈർപ്പമുണ്ടാകും. ഈ ബോർഡർ വെച്ച പുല്ലും നമ്മളിതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ വെട്ടി ഒതുക്കുന്നതാണ് കേട്ടോ. അതാണ് ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. കാലുകൊണ്ടൊക്കെ പൊന്തി നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ചവിട്ടി താത്തി കൊടുക്കാം, ഒന്നും ആവില്ല. കണ്ടില്ലേ? അതേപോലെ നമുക്ക് ചെരുപ്പ് ഊരി വെച്ചിട്ട് ഉള്ളിൽ കയറി ചവിട്ടി ഒതുക്കി കൊടുക്കാം. വീട്ടിലെത്തുന്ന ആളുകളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി എടുക്കാറുണ്ട്. ഫോട്ടോ എടുക്കാൻ കയറിയാൽ കേടുവരുമോ എന്നൊക്കെ ചോദിക്കും. ഒന്നും ആവാറില്ല. വരുന്നവർക്കൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇതേപോലെ ചില ഭാഗങ്ങളിൽ പൊന്തി നിൽക്കും. അതൊക്കെ നമുക്ക് ഇതേപോലെ കാലുകൊണ്ട് ചവിട്ടി കൊടുക്കാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചൂല് വെച്ച് അടിച്ച് താത്താറുണ്ട്. ഒരേമാതിരി അടിച്ച് ഒപ്പമാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരേപോലെ നിൽക്കും. നല്ല ഭംഗിയാണിത് കാണാൻ. കണ്ണിന് തന്നെ ഒരു കുളിർമയാണിത് കാണുമ്പോൾ. തെങ്ങിൽ കണ്ടില്ലേ? തെങ്ങിലൊക്കെ നല്ല കായകളുണ്ട്. 3-4 കൊലകളുണ്ട്. അത്യാവശ്യം നല്ല കാമ്പുള്ള തേങ്ങയാണ്. കണ്ടില്ലൊക്കെ വളരെ ഭംഗിയായില്ലേ? നമ്മളൊക്കെ ഒതുക്കി ഇതേമാതിരി നനയ്ക്കുമ്പോൾ നല്ല നനച്ച് കൊടുക്കുക. 2 നേരം നനച്ചാലും കുഴപ്പമില്ല. ഞാൻ 1 നേരമേ നനയ്ക്കാറുള്ളൂ. ഇത്ര മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കുറിക്കാൻ മറക്കരുതേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.